നമുക്ക് ചെയ്തിട്ടില്ലേ? നമ്മൾ പറയാത്ത, ആരോടും പറയാതെ ഉള്ളിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, പുറത്തു പറയാത്തതും കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഓ ഹല്ലേലൂയ പാടിടും ആ പൂജാപനത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്മരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും ആ പൂജാപനത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്മരത്താ നയിച്ചതിനാ. നമ്മൾ പാട്ട് ചേർന്ന് പാടാൻ പോവാണ്. പാട്ട് നമ്മൾ ചേർന്ന് പാടാൻ പോവാണ്. ഒരു യൂത്ത് ക്യാമ്പിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, ഒരു രാത്രി 6:30 തുടങ്ങിയ ഒരു വർഷിപ്പ് സെഷൻ തീരുന്നത് രാത്രി 8:45. ആ രാത്രി ഒരു 7:30 ആയപ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഓഫാക്കി സ്റ്റേജിന് ഞങ്ങളുടെ ടൈം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷെ അന്നത്തെ വർഷിപ്പ് തീർന്നില്ല. അവിടെ ആ കുഞ്ഞുങ്ങൾ, അവിടെ കൂടിയിരുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുക. അന്ന് രാത്രി സംഭവിച്ച ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അവിടെ കൂടി ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എല്ലാവരും കൈ ഉയർത്തി കർത്താവിനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ട് കൈപൊക്കി പിടിക്കുന്ന കണ്ടു. ആ രാത്രി 8:45 ഒരു കുഞ്ഞ് 15 വയസ്സുള്ള ഒരു പെങ്കൊച്ചന്റെ അടുക്ക വന്ന് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, അച്ചാച്ച ഇവിടെ കരയുക, കരഞ്ഞോണ്ട് പറയുക, അച്ചാച്ചൻ പറഞ്ഞില്ലേ കൈ പൊക്കി യേശുവിനെ പിടിക്കാൻ പറഞ്ഞില്ലേ? എന്റെ കൂട്ടുകാരടുത്ത് നിൽക്കുന്നവരൊക്കെ കൈ പൊക്കി പിടിക്കുന്ന കണ്ട് ഞാനും പിടിച്ചു. പക്ഷെ ഞാനപ്പം എന്റെ കൂട്ടുകാർ ചെയ്യുന്ന കണ്ടാ പിടിച്ചതെങ്കിലും ഞാനൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഇങ്ങനെ ആയിരുന്നു. ഞാനൊരു വലിയ കുഴി നിൽക്കുക. ഞാൻ കൈ ഉയർത്തി കഴിഞ്ഞപ്പം വേറെ ഒരു കൈ വന്ന് എന്നെ പിടിച്ചു. പ്രിയരെ, ഇന്ന് രാത്രി ആ കരം ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി ആ കരം ഇതിന്റെ അകത്തുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുക. എങ്ങും ഒറ്റയ്ക്കാക്കാത്ത ഒരു കരം, എങ്ങും തള്ളിക്കളയാത്ത കരം, കൂടെ ആരുമില്ലെന്ന് ചിന്തിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മക്കൾക്കൊക്കെ അടുത്ത് വന്ന് സഹായിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്ക് അടുക്ക വരാൻ കഴിയാത്ത സമയത്തും നമ്മുടെ അടുത്ത് വരുന്ന ഒരു കാര്യം. എല്ലാം കൈ ഉയർത്തി കർത്താവിനെ ഒന്ന് പിടിക്കാവോ, ഒന്ന് പിടിക്കാവോ, ഒന്ന് നല്ലപോലെ ഒന്ന് പിടിക്കാവോ? എന്നിട്ടൊന്ന് പറഞ്ഞേ, കർത്താവെ ഇന്ന ആവശ്യമായിട്ട് ഇന്ന ഭാരത്തോടെ ഞാൻ വന്നേക്കുന്നത്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ സാന്നിധ്യത്തോടൊന്ന് സംസാരിച്ചാട്ടെ. ചേർന്ന് പറഞ്ഞു, ഒരു നാളിൽ കൂറുകിട്ടില്ല. ഒന്നിച്ചു പറയണേ, ആ പൊന്നു കരമോ ഒരു നാളിൽ കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട്. ഒരു നാൾ മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട്. കൈ ഉയർത്തി ഒരു നാൾ ശബ്ദം ഉയർത്തി പറയാം. ഹല്ലേലൂയ.
സങ്കേതമുണ്ട്, ഒരു നാളിൽ വാതിലാ. ഹൃദയത്തോടൊന്ന് പറഞ്ഞ് എനിക്ക് ആശ്വസിപ്പാൻ, എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിൽ വാതിലാ. അവസാനിപ്പിക്കുക. ഇതിന്റെ അകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം ഇങ്ങനെ തിങ്ങി നിൽക്കുക, തിങ്ങി ഒട്ടി നിൽക്കുക, പലരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അത് തിരിച്ചറിയുന്നവരൊക്കെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ, ശക്തിയോടൊന്ന് സ്തുതിച്ചാൽ. ആ വരികളെ ഒന്നുകൂടെ പാടി ഞാൻ അവസാനിപ്പിക്കുക. എന്നാന്നറിയാവോ, നിങ്ങളോട് ആരോടൊക്കെയോ ആ പാട്ടിന്റെ വരികൾ സംസാരിക്കുക. ഞാനത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഹല്ലേലൂയ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിൽ അടയത്തില്ല. എപ്പോ വേണേലും ചെല്ലാം, യേശുവേ എന്ന് വിളിച്ച്, അപ്പാന്ന് വിളിച്ച് എപ്പോ വേണോ ചെല്ലാം. തള്ളിക്കളയാത്ത വിശ്വസ്തനായ ദൈവം. ആ വരികളൊന്ന് പറയാമോ? എനിക്ക് ആശ്വസിപ്പാൻ, എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിൽ വാതിലാട്. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒന്ന് പറഞ്ഞേ, ഹൃദയത്തോട് പറഞ്ഞു. വാതിലാടയും എൻ തല ചായ്പാൻ, എൻ തല ചായ്പാൻ ഒരു പാപിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ. അനുഭവിച്ചവർ ചേർന്ന് പറഞ്ഞു. എൻ തല ചായ്പാൻ ഒരു പാപിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ. കൈകൾ ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പിന്നെ ഒത്തിരി പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ അത്രമാത്രം ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ദാവീദ് ദൈവത്തോട് പറയുന്ന ഒരു വലിയ പ്രാർത്ഥന, കർത്താവായ യഹോവേ, അങ്ങനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. സ്തോത്രം. ഒരു പഴയ കാലം ഉണ്ടായിരുന്നു, ആടിനെ മേച്ച് കാട്ടിൽ മാത്രം കിടന്ന ഒരു കാലം. അവിടെ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന കർത്താവ്. പ്രിയരെ, ദാവീദിന്റെ മാത്രമല്ല, നമ്മുടെയൊക്കെ അനുഭവം അത് ഉറപ്പുള്ളവരൊക്കെ കൈകൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നുകൂടെ പറയാ, വരികളെ പാടി അവസാനിപ്പിക്കുക. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല. എല്ലാ കണ്ണുകളൊക്കെ ഒന്ന് നിറയട്ടെ കേട്ടോ. ആ വഴികളൊക്കെ ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്ര